इज्जत रखियो भला झूलेलालन जिंदड़ी दार सेवदास. കടല് കടന്ന് മലയാള സിനിമയിലേക്ക് എത്തി സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ദിവ്യ പിള്ള. ദിവ്യ, സ്വാഗതം. സ്വാഗതം പ്രിയ. ഫസ്റ്റ് നമുക്കറിയേണ്ടത് ദിവ്യൻ്റെ ഓണവിശേഷങ്ങളാണ്. ദിവ്യ ഇപ്പം ഊഴം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, പ്രേക്ഷകരെല്ലാം ഓണക്കാലത്ത് ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ദിവ്യയുടെ ഇത്തവണത്തെ ഓണക്കാലം? ഇത്തവണത്തെ ഓണം അടിപൊളിയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. എല്ലാവരും എനിക്കൊരു ഓണം ഗിഫ്റ്റായിട്ടാണ് ജിത്തു ചേട്ടനും പിന്നെ പ്രേക്ഷകരും എല്ലാവരും എനിക്ക് തന്നേക്കുന്നത്. ഈ ഒരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമയിൽ ആദ്യം തൊട്ട് പ്രൊമോഷൻസിൽ പങ്കെടുക്കുന്നതും പിന്നെ അപ്പോഴാണ് നമ്മൾ കൂടുതൽ അറ്റാച്ച് ആവുന്നത്, സിനിമയിലോട്ട് അറ്റാച്ച് ആവുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ഹാപ്പി മൂഡിലാണ് ഞാനിപ്പോൾ. ദിവ്യനെ സംബന്ധിച്ച് സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ സിനിമ കാണുക മാത്രം ചെയ്തിരുന്ന ഒരാളാണ്. അതെ. അപ്പം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ സിനിമയിൽ നായികയായി വരുമ്പോൾ എങ്ങനെയാണ് ആ രണ്ടും ഫീലിംഗ്? ഒരു എടാ അത് ഞാനിപ്പോൾ സാധാരണ സിനിമ പോയി കാണുന്നു, നമ്മൾ കാണുന്നു, ഓക്കെ സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ചിരിച്ചു കളിച്ചു, ഓക്കെ ഫൈൻ, നമ്മൾ വീട്ടിൽ വന്നു, ലൈഫ് നോർമലായിട്ട് പോകുന്നു. അങ്ങനെയല്ല, ഇപ്പോൾ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്കറിയാം അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി സിനിമ. സോ ഇറ്റ്സ് വെരി സറിയൽ. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തന്നത് ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു ജിത്തു ഏട്ടൻ. അപ്പോൾ ഈ സിനിമ ഫീൽഡിലേക്ക് വരാനും ഈ സിനിമ ഫീൽഡിലേക്ക് അത് എനിക്ക് തന്നത് വിനീതേട്ടനാണ്. വേൾഡ് ഓഫ് സിനിമയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് ഓൾ ഒരു നിമിത്തം. മറ്റൊരു കാര്യമുള്ളത്, ആദ്യ സിനിമ മലയാളത്തിലാണ്. ആ സിനിമ അഭിനയിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിലിൻ്റെ കൂടെ. അതെ. സെക്കൻഡ് സിനിമ വരുമ്പം അടുത്ത മലയാളത്തിലെ യുവനടൻ പൃഥ്വിരാജിൻ്റെ കൂടെ. എങ്ങനെയായിരുന്നു ഫഹദ് പൃഥ്വിരാജ് ആ ഒരു കോമ്പിനേഷൻ? ഭയങ്കര രസമായിരുന്നു. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ് രണ്ടുപേരുടെയും. ഒരു ഫഹദ് വെരി ക്വയറ്റ്, വരും പീസ്ഫുള്ളായിട്ട് ചിരിക്കും, സീൻ ചെയ്യും. പിന്നെ പുള്ളിക്കാരൻ രാജുവേട്ടൻ വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. സെറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കും. പിന്നെ ഒരു ഭയങ്കര ബഹളവും കൂട്ടവും എല്ലാവരും. പിന്നെ നീരജും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ സിനിമ ഊഴം സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഞാനും രാജുവേട്ടനും നീരജും കൂടെ ഉള്ള കോമ്പിനേഷൻ സീൻസാണ്. ഓരോ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു അടിപൊളി സെറ്റായിരുന്നു. അതെ അതെ അതെ. മലയാള സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന കൂട്ടത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഹാസ്യ ചിത്രം, കോമഡി ഫിലിംസാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. ഈ സിനിമ എൻ്റെ നല്ല സീരിയസ് സിനിമയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല അങ്ങനെ ചിരിയുള്ള സിനിമയൊക്കെ വരുമ്പോൾ ഞാൻ സമയമെടുത്ത് പോയി കാണാറുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള മലയാള സിനിമ? കിലുക്കം. എല്ലാ ഡയലോഗ്സ് അറിയാം. ലാലേട്ടൻ്റെ ബിഗ് ഫാനാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ പണ്ടത്തെ ജയറാം, എന്താ മേലെ പറമ്പിലെ ആൺവീട്, അതിലെ ഡയലോഗ്സും ജഗതി ചേട്ടൻ്റെ ആ ഫുൾ ഡയലോഗ്സും ഒക്കെ. ജഗതി ഫാനാണല്ലേ? അപ്പൊ ദിവ്യ കൂടുതൽ കാണാറുള്ളത് കോമഡി സിനിമയാണ്. ഇഷ്ടപ്പെട്ട സിനിമ കിലുക്കമാണ്. അപ്പൊ കിലുക്കത്തില് ദിവ്യന്റെ ഫേവറേറ്റ് ഒരു ഡയലോഗ് നമുക്ക് കേൾക്കണം. ഇന്നസെന്റ് ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതിനകത്ത്, മറ്റേ ലോട്ടറി ടിക്കറ്റ്. അപ്പോൾ അതാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അപ്പൊ ലോട്ടറി ദിവ്യക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്, ഇന്നസെന്റ് ആണ്. ഓക്കെ. അപ്പോൾ അതായത് രവിയേച്ചി ചോദിക്കല് എന്താ കാമധേനു ലോട്ടറി ഫലം. ഓക്കെ.
അപ്പോൾ കിട്ടുന്നേട്ടൻ വരും. അന്നേരം കാമധേനു ലോട്ടറി റിസൾട്ട്സ് പുള്ളിക്കാരി ഇങ്ങനെ ഇട്ട് നോക്കാം. 7 ഇതുവരെ ശരിയാണോ കിട്ടുന്ന ചേട്ടാ? ഇതുവരെ അതിങ്ങനെ ഓരോരോ പറഞ്ഞു. ആദ്യത്തെ കേട്ടിട്ടുണ്ട്. അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതാണ് എന്റെ ഫേവറേറ്റ് ഡയലോഗ്. സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? ആളുകൾ കണ്ടിട്ടുള്ള അഭിപ്രായം എങ്ങനെയുണ്ട്? എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കണ്ടു. എൻ്റെ കസിൻസും എൻ്റെ അങ്കിളും. ഇന്ന് ഞങ്ങൾ മാവേലിക്കരയിൽ ഒരുമിച്ച് പോയായിരുന്നു കണ്ട സിനിമ. എൻ്റെ ഫസ്റ്റ് ഷോ അല്ലായിരുന്നു. പ്രൊമോഷൻ തിരക്കായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഷോ പോകാൻ പറ്റിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ പോയിരുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? ഓ അടിപൊളി. അവരുടെ പ്ലസ് അവർ കൈയടിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വയ്യ. ദുബായിൽ അങ്ങനെ ആ ഒരു ഫീലിംഗ് ഇല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഫീൽ അവിടുത്തെ തിയേറ്ററിലൊന്നും ഇല്ല. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം എല്ലാവരും വിസിലടിക്കാനും കൈയടിക്കാനൊക്കെ രാജേട്ടൻ ഇങ്ങനെ ഇടിക്കുമ്പോഴൊക്കെ കൈയടിക്കുമ്പോൾ ഞാൻ ഫാനായിരുന്നു. ഇപ്പോ വളരെ അധികം കുറച്ചുകൂടെ അധികം ഫാനാണ്. അങ്ങനെ ഞാൻ ഫാനായിട്ട് ആരുടെയും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നല്ല സിനിമ കാണും, എൻജോയ് ചെയ്യും, അങ്ങനെ പോകും. ഏത് ദിവ്യക്ക് കംഫർട്ടബിൾ? അവിടുത്തെ ജോലിയാണോ അതിനപ്പുറം ഇവിടെ നിന്നുള്ള ഈ ഒരു 4 വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജോലിയിൽ ഓരോന്ന് ചെയ്യുന്നത്. അതായിരുന്നു എൻ്റെ ഫോക്കസ്. ഇപ്പം എൻ്റെ ഫോക്കസ് കുറച്ച് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പിന്നെ സിനിമ ഈസ് ആർട്ട്. അപ്പോൾ ആ ഒരു വെൻ യു പെർഫെക്റ്റ് അല്ല ഒട്ടും. ഞാനിപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൺഫിഡൻസ് കൂടുമ്പോൾ ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ബി ഇൻ മൂവീസ് ബിക്കോസ് ആ ഒരു റിട്ടേൺസ് കിട്ടുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ലൈക്ക് ആ ആൾക്കാരുടെ അപ്രിസിയേഷനും ആൾക്കാരുടെ ഒരു ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒരു കടയിൽ കയറിയപ്പോൾ ഡാഡി മമ്മി ഞാൻ നിൽക്കായിരുന്നു. അയ്യോ ദിവ്യപിള്ളയാണ്, ഗായത്രി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ലൈക്ക് ഗായത്രി ഊഴത്തിലെ ഗായത്രി എന്നുള്ള വേഷമായിരുന്നു. അതെ, ഗായത്രി. ഗായത്രിനെ തിയേറ്ററിൽ കണ്ടപ്പോൾ ആളുകളുടെ റെസ്പോൺസ് ആൾക്കാരുടെ റെസ്പോൺസ് അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ ആ ഒരു പാട്ട് സീനൊക്കെ വന്നപ്പോൾ അവർ കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അയ്യോ ഒരു ചമ്മലൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര എനിക്ക് പറയാനറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നീട് ചില ആൾക്കാർ എന്നെ കാണുമ്പോൾ അവർ ചോദിക്കും, ആ കുട്ടി തന്നെയാണോ, ദിവ്യ തന്നെയാണോ? പക്ഷെ എത്ര വണ്ണയില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ. ഞാൻ പറഞ്ഞു സ്ക്രീനിൽ കാണുന്ന പോലെ എൻ്റെ അല്ല, കുറച്ച് സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. അപ്പം ശരിക്കും നമ്മൾ മെലിയണം. അതാണ് വേറെ ഒരു കാര്യം. ആക്ട്രസസ് ഹാവ് ടു ബി വെരി സ്ലിം. എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണപ്രിയാണ്. യെസ്, ഭക്ഷണം ഉണ്ടാക്കാനും ഇഷ്ടമാണ്. ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും. ചിക്കൻ ബിരിയാണി. ഓണത്തിന് ഓണസദ്യ, ഒരു സ്ഥലത്ത് സദ്യയും ഒരു സ്ഥലത്ത് ബിരിയാണിയും വെച്ചാൽ ദിവ്യയുടെ ഫസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ബിരിയാണിയിലേക്ക് ഞാൻ ബിരിയാണി തന്നെ. ഇല്ല, എനിക്ക് ഓണസദ്യയും ഇഷ്ടമാണ്. പായസമാണ് കൂടുതൽ ഇഷ്ടം. അടപ്രഥമൻ, പാലട എൻ്റെ ഫേവറേറ്റ്. ഗൾഫിൽ എങ്ങനെ ഓണസദ്യയൊക്കെ ഉള്ള ഓണമാണ്? മമ്മി നല്ലപോലെ സദ്യ ഉണ്ടാക്കും. മമ്മി ഷീസ് എ ഗ്രേറ്റ് കുക്ക്. അപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോഴൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരിക, ഡാഡിയുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരിക. നമ്മുടെ വീട്ടിലായിരിക്കും ഗെറ്റ് ടുഗെദറൊക്കെ. സദ്യ ഉണ്ടാക്കുക, ഇല മേടിക്കുക, നമ്മുടെ അതാണ് യൂഷ്വൽ പരിപാടി. സെലിബ്രേഷനുണ്ട്. അതെ. പാട്ട് പാടുമോ ദിവ്യ? കുറച്ച്. അത് ആൾക്കാർ കുഴപ്പമില്ല. നമ്മളെന്തായാലും ദിവ്യന്റെ ആക്ടിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹ്യൂമർ സെൻസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഇതിനൊരു പാട്ടും കൂടിയാവാം. ഞാനൊരു ഫേവറേറ്റ് സോങ്ങാണ്, ഒരു പഞ്ചാബി സോങ് ഞാൻ പാടിത്തരാം. ओ लाल मेरी छत रखियो भला झूले लालन जिंदड़ी दार सेवरदास की शाबाज कलंदर दमादम मस्त कलंदर धनी दाद पहला नंबर। ओ लाल मेरी